ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജിൻഡോയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നീക്കം ചെയ്തു. ഇങ്ങനെ ഒരു കാര്യം എപ്പോൾ വേണമെങ്കിലും കേൾക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് പോകുന്നത്. കാരണം ജിൻഡോന്റെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടുവരികയാണ്. ഈ ഒരു സമയത്ത് ജിൻഡോയുടെ അമ്മ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ അമ്മയുടെ ഒരു കോൾ റെക്കോർഡും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഫാമിലി വീക്കിനോടനുബന്ധിച്ച് ജിൻഡോയുടെ അമ്മയും അച്ഛനും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് അവിടെ സംഭവിച്ച ചില കാര്യങ്ങളാണ് അമ്മ കോൾ റെക്കോർഡിലും അതുപോലെ തന്നെ ആ ഒരു വോയിസ് ക്ലിപ്പിലൂടെയും പങ്കുവച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ പറയുന്ന ജിൻഡോയെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എപ്പോ വേണമെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നീക്കം ചെയ്യാം എന്നൊരു കാര്യമാണ് അതിൽ നിന്ന് നമുക്ക് പിടികിട്ടിയത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കട്ടെ. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. അപ്പൊ തീർച്ചയായിട്ടും ജിൻഡോയെ പോലൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടുത്തെ ക്രൂ മെമ്പേഴ്സിന് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളെ പൊക്കിക്കൊണ്ടുവരാനോ അവിടെ വിജയിപ്പിക്കാനോ സാധിക്കില്ല. ജിൻഡോ നിൽക്കുന്നിടത്തോളം കാലം ജിൻഡോ തന്നെയാണ് അവിടെ വിജയിക്കാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ്. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം അത് കൺഫേം ആയി. അപ്പൊ തീർച്ചയായിട്ടും ജിൻഡോയുടെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ, വീഡിയോ ക്ലിപ്പോ വോയിസ് ക്ലിപ്പോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല, അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആദ്യം തന്നെ ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ സമയത്ത് ജിൻഡോന് ചില ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ജിൻഡോ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുള്ള ബി കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ജിൻഡോയുടെ ഫാമിലിയെ അറിയിച്ചു. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടാണ് അവർ ഈ കേരളത്തിൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കണ്ടക്ട് ചെയ്യുന്നത്. വെറും 2-3 രൂപ മാത്രം വരുന്ന ഈ പറയുന്ന ബി കോംപ്ലക്സിന്റെ ഗുളിക ജിൻഡോന് വാങ്ങിക്കൊടുക്കാൻ തക്ക ദാരിദ്ര്യത്തിലാണോ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത്? എന്നിട്ട് ജിൻഡോന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് അമ്മയാണ് ജിൻഡോന് ബി കോംപ്ലക്സിന്റെ 30 ടാബ്ലറ്റ് കൊണ്ടുപോയി കൊടുത്തത്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ജിൻഡോനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ജിൻഡോ ഇപ്പോൾ ടാബ്ലറ്റ് മെഡിസിൻ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ലാലേട്ട ഞാൻ ടാബ്ലറ്റ് ഇപ്പൊ കഴിക്കാറില്ല, ഞാനതിപ്പോ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ട് ജിൻഡോ, എന്തുകൊണ്ടാണ് ആ ഒരു മരുന്ന് ഇപ്പൊ കഴിക്കാത്തത്? അതുകൊണ്ടല്ല ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഇത്രയും മോശമായിക്കൊണ്ട് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ജിൻഡോ എന്ത് പ്രശ്നത്തിനുള്ള എന്ത് മെഡിസിൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. ജിൻഡോന് സാധാരണ രീതിയിൽ കൊടുക്കുന്ന ബി കോംപ്ലക്സിന്റെ പോലുള്ള ടാബ്ലറ്റുകൾ വെറും 2-3 രൂപയൊക്കെയാണ് അതിന് വരുന്നത്. ആ ഒരു ടാബ്ലറ്റ് പോലും കൊടുക്കാൻ പറ്റാത്ത ബിഗ് ബോസ് ജിൻഡോന് ഈ സമയത്ത് കൊടുക്കുന്ന മെഡിസിൻ എന്തിന്റെയാണെന്ന് അറിയോ? സ്കിസോഫേനിയ പോലുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്ന ഡ്രഗ് എഫക്റ്റ് ഉള്ള ഗുളികകളാണ് ഈ ഒരു സമയത്ത് ജിൻഡോന് കഴിക്കാനായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത്. ഈ ഒരു മെഡിസിനെ പറ്റിയാണ് ലാലേട്ടൻ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിപ്പോ യൂസ് ചെയ്യാത്തതെന്ന് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ജിൻഡോന് അതിനെപ്പറ്റി മനസ്സിലായി കാണും. ജിൻഡോന്റെ ബോഡി നല്ല രീതിയിൽ വീക്ക് ആവുകയാണ്. അതുപോലെ തന്നെ ഒരു ബോഡി ബിൽഡറാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ പ്രോട്ടീൻ ചെല്ലാത്തതിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന റെഗുലർ ആയിട്ട് ആ ഒരു പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത്രയും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തന്റെ ബോഡി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ജിൻഡോയെ ഈ പറയുന്ന ഡ്രഗ് എഫക്റ്റ് ഉള്ള സ്കിസോഫേനിയ എന്നുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും അദ്ദേഹം മെന്റലി ആൻഡ് ഫിസിക്കലി വീക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തിനു വേണ്ടിയാണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ജിൻഡോന്റെ പുറകിൽ പുറത്തിന് മുകളിൽ ജിൻഡോന് ഒരു മുഴ ഉണ്ടായിരുന്നു. ആ മുഴ 3 പ്രാവശ്യം പൊട്ടി ചോര വന്നതായിട്ട് ജിൻഡോന്റെ അമ്മ പറഞ്ഞു. അതുപോലെ തന്നെ പല ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സത്യമായിട്ട് അവിടെ ഉണ്ടായ ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ജിൻഡോ ബിഗ് ബോസിന്റെ പല ക്യാമറകളിൽ ചെന്ന് പറഞ്ഞതും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരു എപ്പിസോഡിലും ഇത്തരത്തിലുള്ള രംഗങ്ങളൊന്നും അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ചോര വരുന്ന ഒരു രംഗം ഉറപ്പായിട്ടും ടെലികാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ജിൻഡോ അനുഭവിച്ചതായിട്ട് നമ്മൾ ഇതുവരെയും ആരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജിൻഡോന്റെ അമ്മയുടെ ഈ പറയുന്ന വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനു മുന്നും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സിബിൻ എന്ന കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കും ഇത്തരത്തിലൊരു ഇഷ്യൂ വന്ന സമയത്ത് ഡ്രഗ് എഫക്റ്റ് ഉള്ള ഒരു ടാബ്ലറ്റ് ആണ് എനിക്കും ഇവർ യൂസ് ചെയ്യാനായിട്ട് തന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് സായി കൃഷ്ണയുടെ ഫാമിലി വന്ന സമയത്ത് സായി ഭാര്യയോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഇവിടെ വെച്ച് നിന്നോട് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പുറത്ത് വന്ന് എനിക്ക് പറയാനുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അതെനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പുറത്ത് വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാനുണ്ട്. ആ ഒരു സമയത്ത് സായിയുടെ ഫേസിൽ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് വന്ന് പെട്ടുപോയ ഒരു അവസ്ഥയില്ലേ, അമ്മാതിരി ഒരു ഫേസ് എക്സ്പ്രഷൻ ആയിരുന്നു സായിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും
ഇതുപോലുള്ള പല അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് ബിഗ് ബോസിൽ പങ്കെടുത്ത പല കണ്ടസ്റ്റൻസും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഇതിനെപ്പറ്റിയുള്ള ഫെർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ജിൻഡോനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യ ആഴ്ചകളിൽ കളിച്ചതുപോലെ ആക്റ്റീവായിട്ട് കളിക്കാൻ ഈ സമയത്ത് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ വളരെ വീക്കായിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ജിൻഡോയെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കും. ഇത് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇതിനെപ്പറ്റി നമ്മൾ ബോധേഡായിരിക്കണം. ഇങ്ങനെ ഒരു കാര്യം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിൽ. കാരണം അത്രയേറെ മോശമാണ് ഈ സമയത്ത് ജിൻഡോന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സും ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു ഫിസിക്കൽ ട്രെയിനറായ അദ്ദേഹത്തിന് ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. അതൊക്കെ ജിൻഡോന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. ഈ ഒരു സമയം വരെ നല്ല രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ കളിച്ചു വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ജിൻഡോന് എന്തെങ്കിലും ഒരു കാരണത്താൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകേണ്ടി വന്നാൽ അത് ബിഗ് ബോസിനും അതുപോലെ തന്നെ കാണുന്ന ജനങ്ങൾക്കും ഒരു തീരാ നഷ്ടമായി മാറും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിന്റെ ഒക്കെ കയ്യിലാണ്. നമുക്കിങ്ങനെ ഒരു വീഡിയോന്റെ രൂപത്തിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എൻഡ് ഓഫ് ദ ഡേ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. ഇതിനു മുന്നും ജനങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പല സാഹചര്യത്തിലും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജിൻഡോന്റെ കാര്യത്തിൽ ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു തെറ്റ് കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നാൽ അതൊരു തീരാ നഷ്ടമായി തന്നെ മാറും. എന്നൊക്കെ ആയാലും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്